ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കഥ പറയാം എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഞാനാണ്, ചേട്ടനല്ല, നിങ്ങളുടെ സ്വന്തം ശ്രീദേവി. എനിക്കായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോസിലൊക്കെ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറയാം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീദേവി. എനിക്കായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ വീഡിയോസിലൊക്കെ ഇൻട്രോഡക്ഷൻ. അപ്പം അതൊക്കെ മാറില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് കഥ പറയാൻ്റെ ഞാനാണ്, ചേട്ടനല്ല. നമ്മുടെ പാർട്ട് 8 ആണ്. പിന്നെ ഞാൻ വരാൻ കാരണമുണ്ട് കേട്ടോ. ഇന്നലെയാണ് എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയത്, ബർത്ത്ഡേയുടെ സ്പെഷ്യൽ, എന്താ പറയുക, ശരിക്കും സർപ്രൈസ്. എനിക്ക് ഇത്തവണ കിട്ടിയ 2 സർപ്രൈസ് എന്ന് വെച്ചാൽ അത് ശരിക്കും വമ്പൻ സർപ്രൈസ് തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അതായത് ഒരിക്കലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ചേട്ടൻ്റെ അടുത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ ഗിഫ്റ്റിൻ്റെ കാര്യം. ഒരു മിനിറ്റ്. അപ്പോൾ സർപ്രൈസ് കണ്ടല്ലോ, ചേട്ടൻ്റെ സർപ്രൈസാണ് ഇത്. അപ്പോൾ അത് ഞാൻ ഇട്ട് തുടങ്ങി കേട്ടോ. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത് എന്താ ഇടാത്ത, എത്ര സ്നേഹത്തിൽ തന്നിട്ടെന്ന്. പക്ഷേ അങ്ങനെ ഇടുമ്പോൾ ഒരു കൊളുത്തിൻ്റെ ഭാഗത്തൊക്കെ ഇട്ടിടുമ്പേ മിസ്സാവോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ അതിനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതാണ് ചേട്ടൻ്റെ ബർത്ത്ഡേ സർപ്രൈസ്. അത് ഒരു ദിവസം മുന്നേ തന്നെ കിട്ടി. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന്, അതായത് ഇന്നലെയാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തത്, അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ മുന്നേ അക്കൗണ്ട് സെക്ഷനിലായിരുന്നു. അവിടെ ഞങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്, സിബി, ശരത്ത്, ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ സിബി ഒന്ന് പുറത്ത് പോയി. ആ സമയത്ത് അരുൺ വന്നു. അപ്പോൾ അവർ 3 പേരാണ്. സിബി പിന്നെ വന്നു. അപ്പോൾ സിബി, ശരത്ത്, അരുൺ, അങ്ങനെ അവർ 3 പേരാണ് അവിടെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അവർ അറിയണത്, നാളെയാണ് ബർത്ത്ഡേ എന്ന്. അത് ഞാൻ ചേട്ടൻ്റെ ഗിഫ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ചേട്ടൻ തന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അരുൺ എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ. ചേച്ചിക്ക് ഞാൻ സർപ്രൈസ് തരാം, ചേച്ചിക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, വരാൻ ലേറ്റ് ആവും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളിങ്ങനെ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അരുൺ വന്നു. എന്നിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത്, സഫറിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഒരു കൊറിയർ വന്നിട്ട് ഒരു പയ്യൻ കുറേ നേരമായി നടക്കണു, സ്ഥലം അറിയാണ്ടാവും, നീ ഒന്ന് ചെന്ന് നോക്കുമെന്നു. അവൾ പോയിട്ടോ നോക്കാനേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടാണാവോ, അതിനായിരിക്കും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞു, എന്നോടൊന്നും പറയണമെന്നില്ല. അപ്പോൾ ഞാൻ നോക്കി. എന്നിട്ട് അവൾ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇല്ല. പിന്നെ അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരൂടാ, ഇനിയിപ്പോൾ അഥവാ കണ്ടില്ലെങ്കിൽ അവർ കൗണ്ടറിൽ കൊടുക്കും, അപ്പോൾ നമ്മളെ ഇൻഫോം ചെയ്യും, നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യും, ചിലപ്പോൾ അത് വേറെ വല്ല സെക്ഷനിക്കായിരിക്കും. എന്നാലും ആ പയ്യൻ കുറേ നേരമായി എന്ന് പറഞ്ഞു. ഇങ്ങോട്ടുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് വരും, അതെന്തായാലും ഫാർമസിയിൽ ഇൻഫോം ചെയ്യും എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പീഡിയാട്രിഷ്യൻ ഡോക്ടറുണ്ട്, സാറിൻ്റെ ഒ പിയിലുള്ള ഒരു സ്റ്റാഫും ട്രെയിനും കൂടിയിട്ട് ഒരു ബോക്സൊക്കെ പിടിച്ച് വന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ഫാർമസി പോയപ്പോൾ തന്നതാണ്, പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് എൻട്രി ചെയ്യാനുള്ളതാണെങ്കിൽ എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബില്ല് വേഗം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു ബില്ല് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സഫറി വേഗം അത് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കറിയാലോ, അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ 2 വെച്ചിട്ടുണ്ട്, ഫ്രം അഡ്രസ് വേറെ, നമുക്ക് സാധാരണ വരുന്ന സപ്ലൈൻ്റെ ഒരു ഇതൊക്കെ വെച്ച് പ്രിൻ്റൊക്കെ വെച്ചിട്ടാണ് ബോക്സ്. അപ്പോൾ അതിനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇത് നമുക്കാണോ? ഇത് നമുക്ക് വരാറുള്ള സപ്ലൈ തന്നെയാണ്, സപ്ലയർ ആണല്ലോ, നീ പൊട്ടിച്ചോ. പിന്നെ അവൾ പൊട്ടിച്ചോ, അതിൻ്റെ ഉള്ളിൽ നോക്കും, ഇതെന്താ ഒരു മാല പോലെയൊക്കെ. അപ്പോൾ ഞാൻ, നീ എന്തായാലും പൊട്ടിച്ചോ, ഫാർമസിയിൽ നിന്ന് വിട്ടതില്ലേ, പിന്നെ എന്താ പ്രശ്നം. അപ്പോൾ അവൾ പിന്നെ പൊട്ടിക്കണ്ട. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് പൊട്ടിച്ചോക്കെ. ഞാൻ ഇവരെന്തിനാ പോയി ഫാർമസിയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നോക്കണേ, ഞാനങ്ങനെ ചിന്തിക്കണേ. അത് കഴിഞ്ഞ് പൊട്ടിച്ച് നോക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബർത്ത്ഡേയുടെ വിഷസൊക്കെ അറിയിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്. ചേച്ചി ഇത് ഹാപ്പി ബർത്ത്ഡേ, അതവൾ കണ്ടില്ല. ആ ബോക്സിന് മേലെ ഹാപ്പി ബർത്ത്ഡേയുടെ ബോക്സൊക്കെ ഉണ്ട്. ഞാൻ നോക്കി. അപ്പോൾ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ, നമുക്കായിരിക്കില്ല. അപ്പോൾ അവൾ പറഞ്ഞു നമുക്കല്ല കേട്ടോ ചേച്ചി. നമുക്കല്ല. ഞാൻ വെറുതെ ബോക്സൊക്കെ നോക്കിയപ്പോൾ എൻ്റെ പിക്ചറൊക്കെ വെച്ചുള്ള ഫോട്ടോ ഒക്കെ വെച്ച്, അപ്പോഴാണ് അയ്യോ, അപ്പോഴേക്ക് പെട്ടെന്ന് അരുന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് തന്നെ നോക്കുമ്പോഴേക്കും 3 പേരും കൂടെ ഇപ്പുറത്തെ സൈഡിലാണ് വന്ന്. ഗിഫ്റ്റ് എത്താതെ കാണണ്ടേ നിങ്ങൾക്ക്?
ഗിഫ്റ്റ്. ഞാൻ നല്ല സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വാച്ചാണ് കേട്ടോ. ഞാൻ അധികം വാച്ച് യൂസ് ചെയ്യാറില്ല. അതവർ കണ്ടിട്ടുണ്ട് തോന്നണം, അതുകൊണ്ടാണ് എന്തോ. പിന്നിപ്പോൾ എനിക്കല്ലേ എന്ത് തരും, ഡ്രസ്സൊന്നും എടുത്താൽ അത്ര സ്യൂട്ട് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി വാച്ച്. സൊനാറ്റയുടെ വാച്ചാണ്. പക്ഷെ കൈ നല്ല വണ്ണുള്ളതുകൊണ്ട് എനിക്കതൊന്ന് ഹോളടിക്കേണ്ടി വരും. ഇട്ട് നോക്കിയിട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. അങ്ങനെ ചേച്ചി ഒന്ന് ഇട്ട് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കും പ്രതീക്ഷിച്ചില്ല സത്യം. എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വന്നു. ഗിഫ്റ്റ് ഞാൻ ഹോളടിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു സർപ്രൈസ് ഇതായിരുന്നു. ഇന്നേരം എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നെടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കഥ പറയാന്നുള്ളവരെ മെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നത്തെ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ. പിന്നെ ഏട്ടൻ്റെ അടുത്തിന് വെഡിങ് ആനിവേഴ്സറി, മോൻ്റെ ഏട്ടൻ്റെ തന്നെ കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ കയറി ലേറ്റായി. പിന്നെ ചേട്ടൻ്റെ സർപ്രൈസ് പറഞ്ഞ അതേ ഡ്രസ്സ് തന്നെയായിരുന്നു ഇന്നലെ. അപ്പം എനിക്കപ്പോൾ കൂടെ പക്ഷെ അതിന് ഞാൻ ഇതെടുത്തേക്കണം കേട്ടോ. കണ്ട കുറച്ച് ഒരു ഹോൾ അടിച്ചാൽ കുറച്ചുകൂടി വൃത്തിയിൽ നിൽക്കുന്നു. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സിബി, ശരത്, അരുൺ, താങ്ക് യു. ഞാനൊരു ഫോട്ടോ ഇതിൻ്റെ കൂടെ വയ്ക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ ഗിഫ്റ്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ബൈ.